പാലക്കാടും വട്ടിയൂർക്കാവും കേരളം തന്നെ ഉറ്റുനോക്കുന്ന രണ്ട് നിയോജക മണ്ഡലങ്ങളാണ്. പാലക്കാട് ശ്രീലേഖ മത്സരരംഗത്തേക്ക് വരുന്നു. ചുവരെഴുത്ത് നടത്തി പ്രാരംഭ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. അതായത് പറയുന്നത്, നേരത്തെ ശ്രീലേഖ BJP-യുമായി അകന്നു നിൽക്കുന്നു, മോദി ഡൽഹിയിലേക്ക് വിളിച്ച വിരുന്നിൽ പങ്കെടുത്തില്ല, BJP-യും ശ്രീലേഖയും തമ്മിൽ അകലത്തിലാണ് എന്ന് പറഞ്ഞവർക്ക് കൃത്യമായ മറുപടിയാണ് ശ്രീലേഖ നൽകിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രനും അങ്ങനെ തന്നെയാണ്. അവിടെ പ്രശാന്ത് ശിവനും ശോഭാ സുരേന്ദ്രനും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ട്. തുടക്കത്തിൽ തന്നെ കല്ലുകടിയാണ്, BJP വലിയ പൊട്ടിത്തെറികൾ പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തിയവർക്ക് അവിടെയും തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. വട്ടിയൂർക്കാവും പാലക്കാടും BJP-ക്ക് എത്രത്തോളം നിർണായകമാണ് ഈ തിരഞ്ഞെടുപ്പിൽ? ശരിക്കും പറഞ്ഞാൽ ഈ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലം നേരത്തെ ഇത്ര ശ്രദ്ധാകേന്ദ്രമായിരുന്നില്ല. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ശ്രീലേഖ എന്ന് പറയുന്ന ഒരു BJP കാൻഡിഡേറ്റ് അവിടെ എത്രത്തോളം ഓളം സൃഷ്ടിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇവർ വിജയിച്ചു വന്നപ്പോൾ ഇവരെ മേയറാക്കിയില്ല എന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങൾ വലിയ കുത്തിത്തിരിപ്പിന് ശ്രമിച്ചു. ഇവരും അതിനകത്ത് ആദ്യഘട്ടത്തിൽ വീണു എന്ന് പറയാം. ശ്രീലേഖയുടെ ബോഡി ലാംഗ്വേജിലൊക്കെ തന്നെ ആ ഒരു വിഷമം പ്രകടമാകും. പിന്നീട് ശ്രീലേഖ തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു, ശരിയാണ് എല്ലാവരും മേയറാകും എന്ന് പറഞ്ഞു, എനിക്ക് ആ സ്ഥാനം കിട്ടാതിരുന്നപ്പോൾ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞു. പിന്നീട് ഇനി ഞാനൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ BJP കൃത്യമായിട്ട് കണക്ക് കൂട്ടി. അങ്ങനെയാണ് VK പ്രശാന്ത് ഈ പറയുന്ന ഒരു ഓഫീസ് ഏതാണ്ട് 750-800 രൂപയ്ക്ക് വാടകയ്ക്ക് എടുത്തിട്ട് വർഷങ്ങളോളമായിട്ട് കഴിയുന്നു. അത് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ. ഈ ഓഫീസ് ഒഴിപ്പിക്കാനായിട്ട് ശ്രമം നടത്തിയത് ശ്രീലേഖ. എന്തിനു വേണ്ടിയിട്ട്? തനിക്ക് അവിടെ ഒരു ഓഫീസ് തുടങ്ങണം, അല്ലാതെ ശ്രീലേഖയ്ക്ക് VK പ്രശാന്തിനോട് വിരോധം ഉണ്ടായിട്ടില്ല. ആ സമയത്ത് VK പ്രശാന്ത് ശ്രീലേഖയ്ക്കെതിരെ ആഞ്ഞടിച്ചപ്പോൾ ശ്രീലേഖ ചെന്നിട്ട് VK പ്രശാന്തിനെ ചേർത്ത് പിടിച്ച് എൻ്റെ സഹോദരനാണെന്ന് പറയാണ്, അതും ദൃശ്യമാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച്. അതോടുകൂടി VK പ്രശാന്ത് എന്ന് പറയുന്ന ഒരു ബിംബം അവിടെ ഉടഞ്ഞു പോവുകയാണ് ചെയ്തത്. അങ്ങനെയാണ് VK പ്രശാന്ത് അവിടെ നിന്ന് ഓഫീസ് മാറ്റിപ്പോയത്. കാരണം പിന്നെയും അതിൻ്റെ പിന്നാലെ പിടിച്ചാൽ അപകടം പറ്റും. അത് ശ്രീലേഖയുടെ മാത്രം ബുദ്ധിയാണെന്ന് കരുതരുത്. അപ്പോൾ ശ്രീലേഖ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ഒരു വ്യക്തിയെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി തീരുമാനിച്ചു. ഇന്ത്യ ഭരിക്കാനായിട്ട് എത്രയോ വർഷം അവരെടുത്തിട്ടതിന് ശേഷമാണ് അവർ രാജ്യം ഭരിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷൻ വേണമെന്ന് 15 വർഷത്തിലധികമായിട്ട് അവർ ആഗ്രഹിച്ച് കഠിനാധ്വാനം ചെയ്തു. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നീങ്ങുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ശ്രീലേഖയെ തുറുപ്പ് ചീട്ടായിട്ട് ഇറക്കാൻ പറ്റും. ഇനി ഈ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൻ്റെ ചരിത്രം നോക്കണം. K മുരളീധരൻ കോൺഗ്രസിൻ്റെ ഒരു ഒരു രാജാവിനെ പോലെ കഴിയുന്നൊരു സമയം. ഈ സമയത്ത് 2 തവണ വട്ടിയൂർക്കാവിൻ്റെ പ്രതിനിധിയായത് K മുരളീധരനാണ്. ആ സമയത്ത് ശക്തമായ സ്ഥാനാർത്ഥികളെ നിർത്താൻ പോലും ഈ പറയുന്ന CPM ഉൾപ്പെടെയുള്ള പാർട്ടിക്ക് സാധിച്ചില്ല. TN സീമയൊക്കെ നിർത്തി നോക്കിയ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഈ K മുരളീധരനെ പിന്നീട് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ കൊണ്ടുപോകുന്നു. അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു, VK പ്രശാന്ത് വരുന്നു. അങ്ങനെ കോൺഗ്രസിൽ നിന്ന് ആ മണ്ഡലം CPM കൈക്കലാക്കുകയാണ്. അതായത് K മുരളീധരൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രഭാവത്തിലാണ് അവിടെ വോട്ടുകൾ സമാഹരിച്ചതെന്ന് കോൺഗ്രസിന് ബോധ്യപ്പെട്ടു. അതിനുശേഷമാണ് മേയർ ബ്രോ എന്നറിയപ്പെട്ടിരുന്ന പ്രശാന്ത് അവിടേക്ക് വന്നപ്പോൾ പ്രശാന്തിനും അങ്ങനെ ജനകീയ മുഖമുള്ളതുകൊണ്ട് വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞു. പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പിലും പ്രശാന്തിന് വിജയിക്കാൻ കഴിഞ്ഞു. ഈ 2 തെരഞ്ഞെടുപ്പിലും രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ജനകീയ സമ്മതി, ജനകീയ പിന്തുണ നേടിയവർ വിജയിച്ചു. ഇവിടെ ഇപ്പോൾ പുതിയ അവതാരം ശ്രീലേഖ അവതരിക്കുന്നു. അപ്പോൾ ശ്രീലേഖ വരുമ്പോഴും ഇതിന് സമാനമായ രീതിയിലാണ് ശ്രീലേഖ ഒരു ഇരുത്തം വന്ന രാഷ്ട്രീയക്കാരിയെ പോലെ സംസാരിക്കുന്നു. എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നില്ല, ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മറുപടി പറയുന്നു. അതും അവർക്കെതിരെ പോക്സോ ഉൾപ്പെടെയുള്ള ചില പരാതികൾ ഉയർന്നു വന്നപ്പോൾ വളരെ വസ്തുനിഷ്ഠമായി നിയമത്തിൻ്റെ ബലത്തിൽ നിന്നുകൊണ്ട് അവർ അതിന് മറുപടി പറഞ്ഞു. അതിനപ്പുറത്തേക്ക് പോലീസ് പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് പറയുന്നത്. ഇവിടെ ശ്രീലേഖ മത്സരിക്കുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്ന സമയത്താണ് BJP തീരുമാനമെടുത്തത്, ഇവരാണ് മത്സരിക്കുന്നത്. പിറ്റേ ദിവസം നമ്മൾ കാണുന്നത് എന്താ? ചുവരെഴുത്തിൽ ശ്രീലേഖ ഉൾപ്പെടെ പങ്കെടുക്കുന്നതാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, BJPക്ക് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന വനിതാ നേതാവിനപ്പുറത്തേക്ക് പുതിയൊരു വനിതാ നേതാവിനെ സൃഷ്ടിക്കാൻ സാധിച്ചു. ഇവിടെ പാലക്കാട്ട് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാനായിട്ട് വരുന്നു. ശോഭയുടെ ചുവരെഴുത്തും ആരംഭിച്ചു. ഈ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം വനിതാ നേതാക്കളിൽ ഏറ്റവും ക്രൗഡ് പുള്ളറായ നേതാവാണ്. ഏത് സ്ഥലത്ത് മത്സരിച്ചു, അപ്പോൾ ലോക്സഭയിലായിക്കോട്ടെ നിയമസഭയിലായിക്കോട്ടെ, മത്സരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം BJPയുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തിരുവനന്തപുരത്ത് മത്സരിക്കണം, ആലപ്പുഴ മത്സരിക്കണം, കാസർഗോഡ് മത്സരിക്കണം എന്ന് പറഞ്ഞ് പല ജില്ലാ കമ്മിറ്റികളും ആവശ്യമുന്നയിച്ചു. ഒടുവിൽ പാലക്കാട്ട് മത്സരിക്കാനായിട്ട് അവർ തീരുമാനിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ ശോഭാ സുരേന്ദ്രൻ അവിടേക്ക് വന്നല്ലേ. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഈ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാൻ നേരത്തെ ആഗ്രഹിച്ചൊരു മണ്ഡലം കൂടെയാണ്. അവിടേക്ക് ഈ പ്രശാന്ത് ശിവൻ എന്ന് പറയുന്ന BJPയുടെ ജില്ലാ പ്രസിഡന്റ് വരുന്നില്ല. BJPയുടെ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനെ അവിടെ സീറ്റ് നിഷേധിച്ചുകൊണ്ട് വലിയ പ്രതിഷേധം എന്നൊക്കെ പറയുന്നു. പക്ഷെ പിന്നീട് നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ കാണുന്നത് എന്താ? ഈ ശോഭാ സുരേന്ദ്രന് വേണ്ടിയിട്ടുള്ള പ്രചരണ യോഗത്തിൽ പ്രശാന്ത് ശിവൻ നിന്ന് സംസാരിക്കുന്നു. അപ്പോഴും മാധ്യമങ്ങൾ വാർത്തയുണ്ട്, ശോഭാ സുരേന്ദ്രൻ പങ്കെടുത്ത ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് അല്ലെങ്കിൽ അതിൽ എത്തിച്ചേരാനായിട്ട് പ്രശാന്ത് ശിവൻ 2 മിനിറ്റ് വൈകി. ഇത്തരത്തിൽ മാധ്യമങ്ങൾ BJPക്കെതിരായിട്ട് അല്ലെങ്കിൽ BJPയുടെ ഉയർന്നു വരുന്ന നേതാക്കൾക്ക്,
പ്രത്യേകിച്ച് ഈ വോട്ടുകൾ കൂടുതൽ പിടിക്കാൻ സാധ്യതയുള്ള നേതാക്കൾക്കെതിരെയൊക്കെ ഒരു നരേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാലക്കാട്ടും ഇത് സംഭവിക്കുന്നു, വട്ടിയൂർക്കാവിൽ സംഭവിക്കുന്നു. അപ്പം രണ്ട് സ്ഥലങ്ങളിലും BJP രണ്ട് നേതാക്കളെ ആദ്യമേ തന്നെ അവതരിപ്പിച്ചു. രണ്ടും വനിതാ നേതാക്കളാണ്. അവിടെ രണ്ടിടത്തും ശക്തമായ ത്രികോണ മത്സരത്തിന് എല്ലാ സാധ്യതയുണ്ട്. കാരണം പാലക്കാടിൻ്റെ രാഷ്ട്രീയ ചരിത്രം നമുക്കറിയാം. ഷാഫി പറമ്പിൽ, പിന്നീട് രാഹുൽ മാങ്കൂട്ടം, എന്തിന് ഈ ശ്രീധരനൊക്കെ മത്സരിച്ച BJPക്കുള്ള സ്വാധീനം, ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടിയാൽ BJP രണ്ട് വനിതാ സ്ഥാനാർത്ഥികളെ ആദ്യമേ അവതരിപ്പിച്ചതിന് പിന്നിൽ കൃത്യമായ പ്ലാനിംഗ് ഉണ്ടെന്ന കാര്യത്തിൽ സംശയമുണ്ടോ? ഒരു സംശയമില്ല. കാരണം വനിതാ നേതാക്കൾ എന്ന് പറയുമ്പോൾ രണ്ട് പുലിക്കുട്ടികളാണ്. ഇപ്പോൾ സിരിജി നേരത്തെ ഒരു വാർത്തയിൽ പറഞ്ഞതുപോലെ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ക്രൗഡ് പുൾ നേതാവ് തന്നെയാണ്. കാരണം ശോഭാ സുരേന്ദ്രൻ എവിടെ മത്സരിച്ചാലും അവിടെ വോട്ട് വിഹിതം കൂട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം നമ്മൾ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചിടത്തൊക്കെയാണ് പലരും നിന്നിട്ട് പിന്നെ രണ്ടാം സ്ഥാനം, BJPയിൽ തന്നെ രണ്ടാം സ്ഥാനമൊക്കെ ആയത്. അത് ശോഭാ സുരേന്ദ്രന്റെ ഒരു മികവ് തന്നെയാണ്. വോട്ട് വീതം പിടിച്ചെടുക്കാനും അല്ലെങ്കിൽ ജനങ്ങളുമായി കുറച്ചുകൂടി കൂടുതൽ അടുക്കാനും ഒക്കെ അവർക്ക് കഴിയുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ശ്രീലേഖയും അങ്ങനെ തന്നെയാണ്. വട്ടിയൂർക്കാവിനെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ തന്നെ ശ്രീലേക്ക് ഒരിടത്തും കാലിടറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു കൗൺസിലർ എന്നതിനുപരി മോദി വിളിച്ച വിരുന്നിൽ പങ്കെടുത്തില്ല. അതുകൊണ്ട് ശ്രീലേഖ BJP വിടുന്നു, ശ്രീലേഖ ഇനി BJPയിലേക്ക് ഇല്ല, അല്ലെങ്കിൽ ശ്രീലേഖ കൗൺസിലർ സ്ഥാനം രാജിവെക്കുന്നു, BJPയിൽ തമ്മിലടിയാണ്, സ്ഥാനാർത്ഥികളില്ല നിൽക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യാജ പ്രചരണം നടത്തിയവർക്ക് ഇപ്പോൾ വലിയ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. ശ്രീലേഖ തന്നെയാണ് വട്ടിയൂർക്കാവിൽ. നേരെ പാലക്കാടേക്ക് പോയാൽ അവിടെ പ്രശാന്ത് ശിവനെ സ്ഥാനാർത്ഥിയാകണമെന്ന് പറഞ്ഞതുകൊണ്ട് പാലക്കാട് വീണ്ടും BJPയിൽ പ്രശ്നങ്ങളാണ്, കല്ലുകടിയാണ്, തുടക്കം തന്നെ പാളിയിരിക്കുകയാണ് എന്ന് പറഞ്ഞവർക്കിടയിലേക്കാണ് പ്രശാന്ത് ശിവനും ശോഭാ സുരേന്ദ്രനും നടന്നു വന്നിട്ട് പറയുന്നത് എന്റെ കണ്ണനാണ് ഇത്. അതായത് അത്ര സ്നേഹത്തോടെയാണ് പ്രശാന്ത് ശിവനെ വിളിക്കുന്നത്. കണ്ണൻ നിന്നാൽ ഞാൻ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്നത് കണ്ണനെ ആയിരിക്കും, ഞാൻ കണ്ണന്റെ വിജയത്തിൽ കണ്ണനോടൊപ്പം തന്നെ ഉണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ ഈ വ്യാജ പ്രചരണം നടത്തിയവർ തന്നെ വെട്ടിലായി അല്ലെങ്കിൽ പെട്ടുപോയൊരവസ്ഥ പോലെയാണ് നമുക്ക് തോന്നിയത്. അതിനുശേഷം പ്രശാന്ത് ശിവൻ പറയുന്നത് എന്താണ്? BJPയിലെ ഏറ്റവും അവസാനത്തെ പ്രവർത്തകനാണ് മത്സരരംഗത്ത് ഇറങ്ങുന്നതെങ്കിൽ അയാളെ പിന്തുണയ്ക്കാൻ ഞാൻ രംഗത്തിറങ്ങും, അയാളോടൊപ്പം തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് മുന്നിലുണ്ടാകും ഞാൻ എന്ന് പറയുമ്പോൾ അവിടെ മറ്റൊരു അധ്യായമാണ് തുറക്കുന്നത്. അതായത് ഇത്തവണ BJP കരുതി കൂട്ടി ഇറങ്ങിയിരിക്കുകയാണ്. കാരണം നമുക്കറിയാം ഇത്തവണ 3.0 എന്നതിന് വേണ്ടി പിണറായി വിജയൻ മത്സരിക്കുകയാണ്. അപ്പൊ ആളുകൾ പറയുന്നത് പോലെ പിണറായി 3.0 എന്ന് പറയുന്നതിനെക്കാളും CPM 3.0 എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ജയം കൂടുതലായിരിക്കും. കാരണം പിണറായി ആളുകൾക്ക് അത്ര വലിയ താല്പര്യം ഇല്ലാത്തതാണ്, പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകൾക്ക് താല്പര്യമുണ്ട്. അപ്പുറത്തെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് എന്താണ് പറയുന്നത്? ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ നിർത്തുന്നു. ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ നിർത്തുമ്പോൾ ആളുകൾക്ക് വല്ലാത്തൊരു ഭയം ഉണ്ടാകുന്നു. കാരണം രാഷ്ട്രവാദം പറയുന്ന, ശരീഅത്ത് നിയമം നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ കോൺഗ്രസിനോടൊപ്പം ചേർന്നാൽ അത് കേരളത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെ ഉള്ളൊരു വല്ലാത്ത ആശങ്ക ജനങ്ങൾക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അല്ലെങ്കിൽ ഇവരൊക്കെ വന്നാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളൊക്കെ ജനം കൃത്യമായി കുറെ കാലം കൊണ്ട് അനുഭവിച്ചു വരുന്നതാണ്. ഒരു മാറ്റത്തിന് ജനം ശ്രമിക്കുക. അതാണ് 45 വർഷത്തോളം കോർപ്പറേഷൻ കൈപ്പിടിയിൽ ഒതുക്കിയ CPMനെ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകാം. CPMന്റെ കയ്യിൽ നിന്ന് ഈ 15 വർഷത്തോളം കൃത്യമായി പ്രചാരണം നടത്തി അല്ലെങ്കിൽ കൃത്യമായ ആസൂത്രണം പ്ലാനിങ്ങോടുകൂടിയാണ് BJP കോർപ്പറേഷൻ പിടിച്ചെടുത്തത്. അതുപോലെയാണ് ഇപ്പോൾ BJPയുടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നീക്കം എന്ന് പറയുന്നത്. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മികച്ച ഒരു സ്ഥാനാർത്ഥിയായി ആളുകൾ കാണുന്നു. രാജീവ് ചന്ദ്രശേഖരന്റെ രാഷ്ട്രീയത്തിനപ്പുറം രാജീവ് ചന്ദ്രശേഖരൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും എന്ന് തിരുവനന്തപുരത്തുകാർ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് വട്ടിയൂർക്കാവ്, പാലക്കാട്. ഇതൊക്കെ BJP സംബന്ധിച്ചിടത്തോളം ഒരു MLA ആണെങ്കിൽ BJP വിജയിക്കില്ല. ഒരു നിയമവിദഗ്ധൻ അല്ല, ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ നമ്മുടെ ചാനലിൽ തന്നെ പറഞ്ഞതാണ്, ഒരു സീറ്റാണെങ്കിൽ BJP വിജയിച്ചു. കാരണം ഇതിനു മുൻപ് രാജഗോപാലിലൂടെ BJPക്ക് ഒരു MLA കിട്ടിയതാണ്. 2 സീറ്റെങ്കിലും BJP നേടിയാലേ BJPക്ക് അത് രാഷ്ട്രീയ വിജയമായി കണക്കാക്കാൻ കഴിയൂ. 2മല്ല 3മല്ല, ചിലപ്പോൾ അതിൽ കൂടുതൽ നേടാൻ BJPക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിയും എന്നുള്ളതാണ് ഇപ്പോ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കൾ വരെ, CPMലുള്ള ആളുകൾ വരെ പറയുന്നുണ്ട്. തിരുവനന്തപുരവും വട്ടിയൂർക്കാവും ഒക്കെ BJPക്ക് സ്വന്തമായ അല്ലെങ്കിൽ BJP MLA വന്നതുപോലെ തന്നെയാണ് അവിടുത്തെ കാര്യങ്ങൾ എന്നുള്ളത്. അപ്പം ശരിക്കും പറഞ്ഞാൽ BJP ഈ CPMനും അതുപോലെ തന്നെ CPM ഉൾപ്പെടുന്ന LDFനും UDFനും ഒരുപോലെ ഭീഷണി സൃഷ്ടിച്ച് ഇറങ്ങിക്കഴിഞ്ഞു. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല, തീയതി വന്നിട്ടില്ല. അതിനു മുമ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാകുന്നതിന് മുമ്പ് 2 സ്ഥാനാർത്ഥികളെ കൃത്യമായിട്ട് ഇറക്കി BJP കളം പിടിക്കാനുള്ള ശ്രമം ആരംഭിച്ചു എന്ന് മനസ്സിലാക്കണം, അല്ലേ? അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.